ഇന്ന് നമുക്ക് ശനിയാഴ്ച ദിവസത്തെ ഒരു വീഡിയോ കണ്ടാലോ? അപ്പോൾ പിള്ളേർക്കൊന്നും ക്ലാസ് ഇല്ല. ഇന്ന് ശനിയാഴ്ചയായിട്ട് പിള്ളേർക്കൊക്കെ ലീവാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് അവിടെ പോത്ത് പോലെ കൂർക്കം വലിച്ച് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും രാവിലെ ഒന്നും എഴുന്നേറ്റൊന്നുമില്ല. ഞാനും കുറേ താമസിച്ചാണ് എഴുന്നേറ്റത്. കുറേ താമസം എന്ന് പറഞ്ഞാൽ നല്ല താമസിച്ചാണ് എഴുന്നേറ്റത്. അപ്പോൾ അത് കാരണം ഞാൻ വേഗം തന്നെ തലേ ദിവസം നമ്മൾ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ദോശയ്ക്ക് ഇവിടെ ഇത്ര ഇഷ്ടമില്ല. അപ്പോൾ അത് ഇഡ്ഡലിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചത് നമുക്ക് പെട്ടെന്ന് 2 തട്ടിലങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും 2 പ്രാവശ്യം വെക്കുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനുള്ള ഫുഡാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം തന്നെ രാവിലെ ഇഡ്ഡലിയൊക്കെ സെറ്റാക്കി എടുക്കണം കേട്ടോ. പിള്ളേർ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഇതൊക്കെ റെഡിയാക്കി വെക്കണം. അങ്ങനെ നമ്മളതൊക്കെ റെഡിയാക്കി. പിന്നെ തക്കാളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കിവിടെ തേങ്ങയുണ്ട്, പക്ഷേ അത് പൊതിക്കാനായിട്ട് എനിക്ക് കുറേ ടൈം വേണം. ഒരു തേങ്ങ പൊതിച്ചെടുക്കാൻ വേണ്ടി എനിക്ക് ഒട്ടും ആരോഗ്യമില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിന് നേക്കറിയാൻ പാടില്ല. പിന്നെ എനിക്കിഷ്ടമല്ല അത് പൊതിക്കുന്നത്. കുറേ സമയം എടുത്താലാണ് എനിക്കൊരു തേങ്ങ പൊതിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കേട്ടോ. പിന്നെ ഞാൻ അതിന് വേണ്ടി തേങ്ങ പൊതിക്കാൻ വേണ്ടി ആരുടെയും കാലും കൈയൊക്കെ പിടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, ചട്നി ഉണ്ടാക്കണ്ട, ഈ തക്കാളി വെച്ച് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് സെറ്റാക്കി എടുത്തു. അമ്മയുടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കുറേ തേങ്ങയൊക്കെ പൊതിച്ച് ചിരണ്ടി ഫ്രീസറിൽ വെച്ച് തന്നിട്ടായിരുന്നു പോയപ്പോൾ. അപ്പോൾ എനിക്ക് നല്ല സുഖമായിരുന്നു. അമ്മയുണ്ടെങ്കിൽ വരുമ്പോൾ ഇങ്ങനെ കുറേ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെക്കും. പിന്നെ ഇങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ച് ചിരണ്ടി ഒക്കെ വെക്കും. അപ്പോൾ എനിക്ക് നല്ല സുഖമാണ്. വേഗം എടുത്ത് നമുക്ക് നമ്മുടെ കറിയൊക്കെ സെറ്റാക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ തേങ്ങ പൊതിക്കാൻ പോകണം, ചിരണ്ടാൻ പോകണം. അപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ തേങ്ങ ഇടാത്ത കറികളാണ് കൂടുതലും തേങ്ങ ഇല്ലാത്തപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. തലേദിവസം കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു. ആ കടലക്കറിയും ചട്നിയും ഒക്കെ കൂടെ കൂട്ടി നമ്മുടെ രാവിലത്തെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു കുന്നോളം പാത്രം ഉണ്ടാവും കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയതും കഴിച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഉണ്ടാവും. പിന്നെ നമ്മുടെ പാൽക്കുപ്പി 2 എണ്ണം കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ 2ഉം കൂടെ ഞാനങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ പാത്രങ്ങൾ അകത്തെ സിങ്ക് കുറച്ച് കുഞ്ഞിതാണ്. അവിടെ അടുക്കളയിൽ ഒട്ടും സ്ഥലമില്ലല്ലോ, കുഞ്ഞ് അടുക്കളയിൽ. അപ്പോൾ ഞാൻ കുറേ പാത്രങ്ങൾ കഴുകാനുള്ളതുകൊണ്ട് പകുതി ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴുകാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ അരമണിക്കൂർ നിന്ന് അല്ലെങ്കിൽ 1 മണിക്കൂർ നിന്ന് പാത്രം ഉള്ളത് ഫുള്ള് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആ പണി അങ്ങ് തീർന്നല്ലോ എന്ന് വിചാരിക്കും ഞാൻ. പക്ഷേ അത് നടക്കാറില്ല. ഒരു 5 മിനിറ്റ് കഴുകി ഒരു 5-6 പാത്രം കഴുകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് ഞാനങ്ങ് പോകും. പിന്നെ കൈയൊക്കെ വൃത്തിയായി തുടച്ച് കഴുകി പെറുക്കി അങ്ങ് പോയി കഴിഞ്ഞ് വീണ്ടും വന്ന് വെള്ളത്തിൽ പാത്രം കഴുകുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പാത്രമൊന്നും കഴുകി തീരാത്തതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും എൻ്റെ സിങ്കിനകത്ത് പാത്രങ്ങൾ ഇങ്ങനെ കഴുകാൻ വേണ്ടി കൂടിക്കിടക്കും. എന്നാൽ അവനവൻ കഴിച്ച പാത്രം അവനവൻ കഴുകി വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊന്നും ചെയ്യൊന്നുമില്ല, അങ്ങനെ കൂടി കിടക്കും. അപ്പോൾ അത് കാരണം എപ്പോഴും ഇങ്ങനെ പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ചോറ് വെച്ചു, പിന്നെ അതിൻ്റെ കൂടെ കുഞ്ഞ് മീനുണ്ടായിരുന്നു, അതൊക്കെ വെട്ടിപ്പെറുക്കി നമ്മൾ പീര വെച്ചു. അപ്പോഴത്തേക്കും തേങ്ങ പൊതിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ പൊതിപ്പിച്ച് പീരയൊക്കെ കറി വെച്ചു. പിന്നെ മത്തി കുറച്ച് കിട്ടി. ഇപ്പോൾ ആണെങ്കിൽ മത്തിക്കകത്ത് മുട്ടയുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. മത്തി വറുത്തു. പിന്നെ നമുക്ക് കുറച്ച് പയറും കൂടെ മെഴുക്ക് പുരട്ടി വെക്കാനുണ്ട്. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെയും പാത്രം കഴുകലിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങൾ ഇവിടെ പുറത്ത് കൊണ്ടിട്ടത് മൊത്തം ഞാൻ കഴുകി തീർത്തിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഉണ്ണീൻ്റെ അടുത്തേക്ക് കൊച്ചിനെ അങ്ങ് എടുത്ത് കൊടുത്ത് നോക്കടി എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിയും കുഞ്ഞാമിയും കൂടെ എസക്കുട്ടനെ നോക്കുന്ന സമയം കൊണ്ട് ഞാൻ എല്ലാ പാത്രങ്ങളും അങ്ങ് കഴുകി തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നെങ്കിലും എനിക്ക് പാത്രം ഒന്ന് കഴുകി തീർക്കണം എന്നൊക്കെ വിചാരിച്ച് മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പാത്രം കഴുകുന്നത്. എൻ്റെ പാത്രം ഇങ്ങനെ എപ്പോഴും സിങ്കിനകത്ത് കിടക്കുമ്പോഴത്തേക്ക് വരുന്നവരൊക്കെ ഇങ്ങനെ കുറ്റം പറയും. എപ്പോഴും പാത്രമാണല്ലോ, അതാണല്ലോ വലിച്ചു വാരിയിട്ടേക്കാണല്ലോ, നിരത്തിയിട്ടേക്കാണല്ലോ, അവിടെ തുണി ഇവിടെ തുണി പാത്രം അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ സാഹചര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. എനിക്കാണെങ്കിൽ ഇന്ന് ഒട്ടും വയ്യാത്തൊരു ദിവസമാണ് കേട്ടോ. ഒട്ടും വയ്യാത്തൊരു ദിവസമാണ്. ഭയങ്കര ക്ഷീണവും വയ്യായ്കയൊക്കെ ഉണ്ട്. എന്നാലും ചെയ്യേണ്ടത് നമുക്ക് ചെയ്ത് റെസ്റ്റ് എടുക്കുക. എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് പകരം ആരെങ്കിലും ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പോൾ എന്നാലും വയ്യായ്കയാണെങ്കിലും എഴുന്നേറ്റ് വന്ന് എല്ലാം ഇങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും പാത്രം ഇങ്ങനെ നിറഞ്ഞു ഈ സിങ്കിൽ കേട്ടോ. അപ്പോൾ കഴിക്കുന്നതോറും ഇതിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക, തീരുന്നില്ലല്ലോ. ഞാൻ തന്നെ വന്ന് കഴുകട്ടെ. അപ്പോൾ വീണ്ടും ഞാൻ പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും കൊച്ച് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എഴുന്നേറ്റ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കുണുകുണാന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പാത്രം കഴുകിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ അവനെ എടുക്കാൻ വേണ്ടി പോയി. പിന്നെ അവനെ ഒന്ന് സെറ്റാക്കി വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ പയർ കറി വെക്കാനുണ്ടായിരുന്നെന്ന്. അതിങ്ങനെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനി കറി വെക്കണം. അപ്പോൾ അതിൻ്റെ മുറിച്ച വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേസ്റ്റൊക്കെ പെറുക്കി കളഞ്ഞ് അവിടെ അടുക്കളയൊന്ന് വൃത്തിയാക്കി ഇടാമെന്ന് വെച്ചാൽ. ആകെ ഒരു കുഞ്ഞ് അടുക്കളയാണ് നമുക്കുള്ളത്. അതിനകത്താണെങ്കിൽ വലിച്ചു വാരി ഇടാൻ വേണ്ടിയിട്ട് സ്ഥലവും ഇല്ല. ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടാണേ.
അങ്ങനെ നമുക്ക് അടുപ്പൊക്കെ നമ്മുടെ കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ട് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പെറുക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഞാനിങ്ങനെ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ, ആ ലിക്വിഡും കുറച്ച് വിനാഗിരിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ടാണ് നമ്മുടെ ഈ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി പെറുക്കി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുരുമ്പൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കറയൊക്കെ നന്നായിട്ട് പോവുകയെ. അപ്പോൾ ഞാനിങ്ങനെ അത് ബോട്ടിലിനകത്താക്കി ഇങ്ങനെ വെച്ചേക്കുവാണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ സിങ്കൊക്കെ സിങ്കല്ല എന്നാൽ അടുപ്പൊക്കെ സ്റ്റൗവൊക്കെ ഞാനത് ക്ലീൻ ചെയ്തെടുത്തു. നമ്മുടെ ഇതിങ്ങനത്തെ സ്ഥലമെല്ലാം വൃത്തിയാക്കി പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നുമല്ല, പെട്ടെന്ന് ശടപടേ എന്നുള്ള പരിപാടികളാണ് എൻ്റെ എല്ലാം. അല്ലാണ്ട് ഇങ്ങനെ ഇതിന് വേണ്ടി ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യാം. എനിക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ഇടാവോ എന്ന്. അതിനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. കാരണം ഈ കൊച്ചുങ്ങളെയും വെച്ചിട്ടല്ലേ ചെയ്യുന്ന പരിപാടിയല്ലേ. പെട്ടെന്ന് ശടപടേന്നുള്ള ക്ലീനിങ്ങും വൃത്തിയാക്കലൊക്കെ ആയിരിക്കും. അല്ലാണ്ട് ഇങ്ങനെ മണിക്കൂറുകളെടുത്ത് എല്ലാം ചെയ്ത് പെറുക്കി അങ്ങനെയൊന്നും പറ്റില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ നന്നായിട്ട് എല്ലായിടവും വൃത്തിയാക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ആദ്യ കുർബാനയുടെ തലേ ദിവസങ്ങളിൽ ചെയ്ത പോലെ കുറേ ദിവസങ്ങളെടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം അങ്ങ് വൃത്തിയാക്കി പെറുക്കി ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ച്. കാരണം ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇടാൻ പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. കാരണം നമുക്ക് കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കണമല്ലോ, അതെന്തായാലും എല്ലാ ദിവസവും ഉണ്ടാക്കും വേണം. ഈ ക്ലീനിങ് വീഡിയോ ഇടാൻ പറയുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇത് ക്ലീൻ ചെയ്യണ്ടേ ഓരോ ഭാഗമായിട്ട്. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാനിവിടെ വൃത്തിയാക്കുന്നത് ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേശ്ശെ ഭാഗങ്ങളൊക്കെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അടുപ്പിൻ്റെ അങ്ങോട്ട് പോയി നോക്കിയത്. അവിടെയാണെങ്കിൽ മൊത്തം കുളമായി കിടക്കുമായിരുന്നു. ഇപ്പം ഞാനങ്ങനെ അടുപ്പ് കത്തിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നാൾ മുന്നേ വരെ ഞാനിങ്ങനെ അടുപ്പ് കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ശടപടയെന്ന് നമ്മുടെ കാര്യങ്ങൾ സ്കൂളിലൊക്കെ പിള്ളേരെ വിടേണ്ട കാരണം ഈ അടുപ്പൊക്കെ കത്തിച്ച് വിറകൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് ഇത് കത്തിച്ച് ഊതി പെറുക്കിയിരിക്കാനുള്ള സമയം എനിക്കില്ല. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കലത്തിലൊക്കെ ഓരോന്ന് വെക്കുന്നതും തീ കത്തിക്കുന്നതും ഒക്കെ ഇഷ്ടം. ഇതിനൊക്കെ സമയം വേണം. ചുമ്മാ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല എനിക്ക്. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ കുറേ വേസ്റ്റും പേപ്പറൊക്കെ കൂടെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. പേപ്പറുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളിവിടെ അടുപ്പിനകത്ത് കത്തിക്കുന്നത്. അല്ലാത്തൊക്കെ നമ്മൾ ഇങ്ങനെ പഞ്ചായത്തുകാർക്ക് കൊടുക്കുമല്ലോ. അപ്പോൾ കുറേ പേപ്പർ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഞാനൊന്ന് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് നമ്മുടെ ഈ അടുപ്പിൻ്റെ ഭാഗം എല്ലാം കൂടെ ഒന്ന് അടിച്ച്, അവിടെ ഈ മോളിൽ നിന്ന് ഇങ്ങനെ മണലൊക്കെ വീഴുന്നു, അവിടെയൊക്കെ ഇങ്ങനെ മൊത്തം കറുത്തിരിക്കുന്നത് ഇങ്ങനെ മോളിൽ നിന്ന് ഈ പുക അടിച്ചിട്ട് നമ്മൾ വരുന്നതിന് മുന്നേ ഉള്ള കറകളൊക്കെയാണ് കേട്ടോ. അത് പുക മൊത്തം നിറച്ച് കരിയായിട്ടിരിക്കുക. അപ്പോൾ അതൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങോട്ട് ചാടി വരും. ഇങ്ങനെ കറുത്ത് വെള്ളം പോലെ ഇങ്ങനെ ഒഴുകി വരും. നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മുകളിലുണ്ടായിരുന്ന തട്ടെല്ലാം അഴിച്ച് പെറുക്കി അവിടെയൊക്കെ വൃത്തിയാക്കിയായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഒഴുകി വരുന്ന പുക കളറ് ഇങ്ങനെ ഒഴുകി വരുന്നതാണ് കേട്ടോ അവിടെ മൊത്തം ഇങ്ങനെ കറുത്തിരിക്കുന്നത്. പിന്നെ മണലും ഇങ്ങനെ ചാടും. അവിടെ നമുക്ക് ഫുഡൊന്നും കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ മണ്ണും മണലും എല്ലാം കൂടി ഇങ്ങനെ അടർന്ന് ചാടും. അപ്പോൾ പിന്നെ എപ്പോഴും അവിടെ ഇങ്ങനെ മണ്ണ് ചാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് നമുക്ക് കാട്ടിൽ നിന്ന് കിട്ടുന്ന തേനാണ്. അപ്പോൾ കാട്ടിലെ തേനാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനിവിടെ ഒരു നമ്പർ കൊടുത്തേക്കാം. പിള്ളേർക്കൊക്കെ ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊടുക്കാം. ഒരു മായവും കലരാത്ത തേനാണ്. അപ്പോൾ എൻ്റെ പിള്ളേർക്കൊക്കെ ഞാനിതാണ് കൊടുക്കുന്നത്. മരുന്നൊക്കെ കലക്കി കൊടുക്കണമെങ്കിലും ഇതിൽ മിക്സ് ചെയ്താൽ കൊടുക്കുന്നത്. ടെസ്സക്കുട്ടിനും ഉണ്ണിക്കും കുഞ്ഞാമിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് തേനും കുടിച്ച് ഞാനിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയെ.